പീഡനക്കേസിൽ മുകേഷ് MLA അറസ്റ്റിൽ. SIT ആണ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. MLA കൂടിയായിട്ടുള്ള നടൻ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ജിജീഷ്. വിനോദ്, ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയതിനു ശേഷം രാവിലെ 10 മണിയോടെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ തുടർ നടപടികൾ, അതായത് നേരത്തെ അറസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു മുകേഷിന്. മുകേഷിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി എന്നത് മാത്രമാണ്. ജാമ്യം നൽകി വിടുന്ന ഒരു നടപടിയിലേക്ക് തന്നെയാണ് പോലീസ് കടക്കുക. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലുകൾ പുറത്തു വന്ന അതേ ഘട്ടത്തിൽ തന്നെ മുകേഷ് മുൻകൂർ ജാമ്യം തേടിയിരുന്നു. പ്രധാനമായും വിവിധ സ്ഥലങ്ങളിൽ മരടിലെ ഫ്ളാറ്റിലടക്കം എത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മുകേഷിനെതിരെ കേസെടുത്തത്. മാത്രമല്ല, കാറിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ശ്രമിച്ചു എന്ന കാര്യവും ഇതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്ങനെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായി തന്നെ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് MLA മുകേഷിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയത്. 3 മണിക്കൂറോളം ചോദ്യം ചെയ്യാൻ പൂർത്തിയാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് സംഘം കടന്നിരിക്കുകയാണ്. എന്നാൽ മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം ഉൾപ്പെടെയുള്ള നടപടികളിലേക്കായിരിക്കും ഇനി പ്രധാനമായും അന്വേഷണ സംഘം കടക്കുക. തീർച്ചയായും മുകേഷിനെ ചോദ്യം ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘം രാവിലെ മുതൽ ചോദ്യം ചെയ്തു, അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. അങ്ങനെയാകുമ്പോൾ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതകളില്ല. അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യം അല്ലെങ്കിൽ എന്തെങ്കിലും വ്യവസ്ഥകളോടെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് നടപടിക്രമം മാത്രം പൂർത്തിയാക്കി അദ്ദേഹത്തിന് മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണോ ജിജീഷ് കരുണാകരൻ? തീർച്ചയായും പോലീസ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മുകേഷിന് മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കാരണം കോടതി റിമാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം നൽകിയതിനു ശേഷം പുറത്തിറക്കാൻ, അല്ലെങ്കിൽ ജാമ്യം നേടിയതിനു ശേഷം മുകേഷിന് പുറത്തിറങ്ങാൻ കഴിയും. ഏതാണ്ട് 3 മണിക്കൂറിലധികം ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു AIG പൂങ്കഴിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന വനിതാ ഉദ്യോഗസ്ഥയായ പൂങ്കഴി നേരിട്ടാണ് മുകേഷിനെ ചോദ്യം ചെയ്തത്. നേരത്തെ പരാതിക്കാരിയായ യുവതി നൽകിയ വിവരങ്ങൾ, തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായതോടുകൂടി തന്നെ ജാമ്യത്തിൽ വിട്ടയക്കാൻ, മുൻകൂർ ജാമ്യമുള്ളതിനാൽ ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള ഒരു നടപടി തന്നെയാണ് ഇനി നടക്കാനിട്ടുള്ളത്. ഈ കേസിന്റെ തുടർ നടപടി എന്നുള്ള നിലയിൽ കേസ് നിലനിൽക്കുന്നതാണ് എന്ന് പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. അതിൻ്റെ സ്വാഭാവിക നടപടിയുടെ ഭാഗമായി അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്ന ഒരു സാഹചര്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുകേഷ് എന്ന് പറയുന്ന ആൾ ഒരു സിനിമാ നടൻ മാത്രമല്ല, അദ്ദേഹം ജനപ്രതിനിധി കൂടിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ രാജിക്കായുള്ള ആവശ്യങ്ങൾ അന്ന് തന്നെ ഉയർന്നതാണ്. അപ്പോൾ ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ മുകേഷിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തിപ്പെടാനും സാധ്യത കൂടുകയല്ലേ ജിജീഷ് കരുണാകരൻ? തീർച്ചയായും വിവിധ യുവജന സംഘടനകൾ ഇക്കാര്യത്തിൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ ആ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ യുവതിയിൽ നിന്ന് ലൈംഗിക പീഡന പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ മുകേഷിനെതിരെ കർശന നടപടിയെടുക്കണം. മാത്രമല്ല, MLA സ്ഥാനത്ത് തുടരാൻ മുകേഷ് യോഗ്യനല്ല എന്ന് പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മുകേഷിന്റെ MLA സ്ഥാനത്ത് നിന്നുള്ള രാജി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിൽ തന്നെയായിരിക്കും ഇനിയും സംഘടനകൾ മുന്നോട്ട് പോവുക. അതിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കാനുള്ള ഒരു കടുത്ത സമ്മർദ്ദം തന്നെയായിരിക്കും മുകേഷിന് മേൽ ഉണ്ടാവുക. എന്നാൽ മുൻകൂർ ജാമ്യം ലഭിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനായിരിക്കും CPM ഒപ്പം തന്നെ മുകേഷ് MLA നീക്കങ്ങൾ നടത്തുക എങ്കിൽ കൂടി ശക്തമായ ഒരു ആവശ്യം അക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. കാരണം ഏറ്റവും
വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇത്തരത്തിൽ ഒരു MLA-ക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ഒരു സ്ത്രീ പീഡന പരാതി നൽകുന്നു, തെളിവുകൾ നൽകുന്നു, മൊഴികൾ നൽകുന്നു, പ്രത്യേക അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുന്നു. ഈ പ്രധാനപ്പെട്ട പ്രാഥമികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകൾ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതും ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതുമായ വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ട് കേസെടുക്കുന്നു. അതുകൊണ്ട് തന്നെ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യം ശക്തമാകാൻ തന്നെയാണ് ഒരു സാധ്യതയുള്ളത്. നിലവിൽ മുകേഷ് ജാമ്യ വ്യവസ്ഥകൾ അല്ലെങ്കിൽ പാലിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കോടതി നിർദ്ദേശമുണ്ട് എന്നതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം തേടി പുറത്തിറങ്ങാൻ കഴിയും. എന്നാൽ അറസ്റ്റ് എന്ന ഒരു ഔദ്യോഗിക നടപടികൾ അല്ലെങ്കിൽ പോലീസ് നടപടികളുടെ ഭാഗമായ അറസ്റ്റ് രേഖപ്പെടുത്തൽ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം നേരത്തെ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ, പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ എവിടെയെല്ലാം വെച്ചാണ് ലൈംഗിക അതിക്രമങ്ങൾക്കുള്ള ശ്രമങ്ങൾ ഉണ്ടായത്, എവിടെയെല്ലാം വെച്ചാണ് ലൈംഗിക അതിക്രമങ്ങൾ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ മുകേഷ് നടത്തിയ പരാമർശങ്ങളും അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഇന്ന് ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിശദമായ അന്വേഷണ സംഘം ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിനോദ്, ജിജീഷ്, അതേപോലെ തന്നെ CPM ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. വിവിധ മേഖലകളിൽ നിന്നും അദ്ദേഹത്തിനെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യം ഉയർന്നപ്പോഴും CPM-ന്റെ നേതൃയോഗം, സെക്രട്ടേറിയറ്റ് യോഗങ്ങളെല്ലാം കൂടി ഈ അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ സ്വാഭാവികമായും നടപടി എടുക്കാമെന്നാണ് അന്ന് പാർട്ടി പറഞ്ഞത്. ഇപ്പോൾ സ്വാഭാവികമായും അന്വേഷണ സംഘം അത് അന്വേഷണം നടത്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് കൊണ്ടാണല്ലോ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ വരുമ്പോൾ പാർട്ടിയിൽ നിന്നും ഇനിയും അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ചെറിയ ഒരു നടപടിയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ ജിജീഷ്? വിനോദ്, ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ഇനിയും മുകേഷിനെ സംരക്ഷിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് വന്നു ചേർന്നിട്ടുള്ളത്. കാരണം നേരത്തെയെല്ലാം തുടക്കത്തിലെല്ലാം തന്നെ മുകേഷിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു പാർട്ടി സ്വീകരിച്ചിരുന്നത്. മുകേഷ് MLA രാജിവെപ്പിക്കാതെ അല്ലെങ്കിൽ മുകേഷിനെതിരായ ആരോപണങ്ങളായി മാത്രം തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന്, CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എങ്കിൽ ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒരു MLA, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു MLA ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായിരിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ മുകേഷിനെ തള്ളിപ്പറയുക മാത്രമാണ് ഇനി ഏക പോംവഴി, പാർട്ടിക്ക് മുന്നിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുകേഷിന്റെ രാജി ആവശ്യപ്പെടുക എന്ന ഒരു അനിവാര്യമായ ഘട്ടത്തിലേക്ക് CPM നീങ്ങുന്നു, അല്ലെങ്കിൽ രാജി എന്ന ഒരു അനിവാര്യമായ സാഹചര്യത്തിലേക്ക് മുകേഷ് MLA-യും നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന തീയതികളിലെ യുവതി നൽകിയിരിക്കുന്ന മൊഴികളിൽ പറഞ്ഞിരിക്കുന്ന തീയതികളുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശ്വാസ്യത തെളിയിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നു. അത്തരത്തിലുള്ള തെളിവുകൾ പലതും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘത്തിന് കൈമാറാൻ യുവതി തയ്യാറായിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ അടക്കം അല്ലെങ്കിൽ മുകേഷിന്റെ മോശം പെരുമാറ്റം വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ അടക്കം യുവതി അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം എന്നതിനപ്പുറം അറസ്റ്റിലേക്ക് കടന്ന പ്രതിയെ സംരക്ഷിക്കുക എന്നത് വലിയ തോതിൽ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുകേഷ് MLA-യുടെ രാജി ചോദിച്ചു വാങ്ങുക അല്ലെങ്കിൽ രാജിവെപ്പിക്കുക എന്നത് തന്നെയാണ് പ്രധാനമായും ഇനി CPM-നെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട ഘട്ടമെന്ന് പറയുന്നത്. തീർച്ചയായും ജിജീഷ്, മുകേഷിൻ്റെ രാജി ആവശ്യത്തിന് ശക്തി വർദ്ധിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മുൻകൂർ ജാമ്യം എടുത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് അറസ്റ്റ് നടപടികളിൽ മാത്രം പങ്കെടുത്ത വീട്ടിലേക്ക് മടങ്ങാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ പാർട്ടിയിൽ ഇത് കൂടുതൽ സങ്കീർണത വരുത്തി വെക്കുന്നു. മുകേഷിനെതിരെ നടപടി എടുക്കാതെ തരമില്ല എന്നായി